ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ കാർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പിടിച്ച പണിയൊന്നും അല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ടൂ വീലറൊക്കെ പഠിക്കുന്നതൊക്കെയല്ല ഈ ഒരു സാധനം ഓടിക്കുന്നത്. ഇതിന് മെയിനായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ആദ്യമായിട്ട് വേണ്ടത്. അതാണ് ആദ്യത്തെ ഒരു കടമയെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ആയിട്ടുണ്ട്. അതിനെനിക്ക് നന്ദി പറയേണ്ടത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച രമേശ് ചേട്ടനാണ്. പുള്ളിയുടെ പഠിപ്പിൻ്റെ മികവ് കൊണ്ട് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് കരസ്ഥമാക്കാൻ പറ്റി ഗൈസ്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എച്ച് എടുത്ത് കാണിക്കണം. അപ്പോൾ എച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒരു കടമ്പയാണ്. ആ ഒരു കടമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അങ്ങനെ രാവിലെ എച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൗണ്ടിൽ വന്ന്, അപ്പോൾ ഇവിടെ വന്നപ്പം ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ അതൊക്കെ എച്ച് എടുക്കുന്ന പരിപാടി അറിയുന്നത്. പക്ഷേ അങ്ങനല്ലായിരുന്നു. കമ്പിയൊക്കെ അടിച്ച് അളവും കോലും ഒക്കെ തിട്ടപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു എച്ച് എടുക്കാൻ. അങ്ങനെ ഞാൻ വന്ന സമയത്ത് ആരുമില്ല. അങ്ങനെ ആ ഒരു എച്ച് എടുക്കലിൻ്റെ ദൗത്യത്തിൽ കൂട്ടാളിയാവാൻ വേണ്ടിയിട്ട് ചേട്ടനെ സഹായിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചേട്ടൻ വന്നു. അങ്ങനെ ചേട്ടനും ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ ഈ കമ്പി ഫുൾ അടിച്ചിട്ട് വേണം നമുക്ക് എച്ചെടുക്കാൻ, അല്ലാതെ നമുക്ക് എച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പ്രത്യേക അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ എച്ചെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം വീഡിയോ എടുക്കാൻ വേറെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എച്ചെടുക്കുക എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ ക്ലച്ചിനകത്തുള്ള പണിയാണ്. ക്ലച്ച് റിലീസ് ചെയ്യുകയും ക്ലച്ച് പ്രസ് ചെയ്യുകയും ചെയ്യുന്ന അതിലാണ് ഫുൾ എച്ചിൻ്റെ കളികൾ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ വണ്ടി ഓഫായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടല്ല, ഞാൻ ക്ലച്ച് പിടിക്കുന്നതിനുള്ള കംപ്ലയിൻറ്റ് കൊണ്ടാണ്. ഈ കിടക്കുന്ന ഈ ഒരു വാഹനം ഉണ്ടല്ലോ, ഇതിനകത്താണ് ഞാൻ എച്ച് പിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ചു പാടായിരിക്കുന്നു. പക്ഷേ ആദ്യത്തെ 2-3 വട്ടം ഞാൻ കമ്പിയെല്ലാം പറക്കിക്കൊണ്ട് പോയെങ്കിലും പിന്നീട് ഒരു 4-5 തവണത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ എച്ച് എടുക്കാൻ ഞാൻ കുറച്ച് പഠിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് എച്ചെടുത്ത് നന്നായിട്ട് കാണിക്കണം. ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പണി പാളും. എല്ലാം ഒരു ലക്കാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ഈ വരുന്ന മാസം ഡിസംബർ 17-ാം തീയതിയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ അന്നാണ് ഈ ഒരു കടമ്പ കടന്നു കിട്ടുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്.